വെള്ളിയാഴ്ച ദിവസം 10 മണിക്കും 11 മണിക്കും 12 മണിക്കുമൊക്കെ പള്ളിയുടെ മുകൾ നിലയിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ഇങ്ങനെ കടന്നുറങ്ങുന്നത് കാണും. അവരോട് ഞങ്ങൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് നാട്ടുകാരാണ്? അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാലക്കാടാണ്, മലപ്പുറത്താണ്, കോഴിക്കോടാണ്. വ്യത്യസ്ത നാടുകൾ അവർ പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഉസ്താദിന്റെ ടോക്കൺ കിട്ടാൻ രാത്രി വന്നതാണ്. പക്ഷേ ടോക്കൺ കിട്ടിയത് കുറച്ച് വൈകിയാണ്. ഇനി ജുമഅന്റെ ശേഷം കാണാൻ കഴിയും, ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഉറക്കം ഇപ്പോൾ ഉറങ്ങി തീർക്കുകയാണെന്ന് പറഞ്ഞവരുണ്ട്. യാ റബ്ബി യാ അല്ലാഹ്, ഞാൻ ഓർത്തുപോയി. ആ ഉസ്താദ് അവർകൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അവിടുത്തെ ചാരുകസേനയിൽ അങ്ങനെ ഇരിക്കും. സമയം പോകുന്നത് അറിയുന്നില്ല. ഒരുപക്ഷെ നമുക്ക് തന്നെ 1 മണിക്കൂർ, അരമണിക്കൂർ ഒരേ ഇരുത്തമിരുന്നാൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളും വേദനിക്കുന്നു, പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. എങ്ങനെ ഈ ഉസ്താദ് ഒരേ ഇരുത്തമാണ്, ദീർഘമായിരിക്കുന്നു. ചിലപ്പോഴൊക്കെ ഉസ്താദ് ചിലപ്പോൾ മുന്നോട്ട് താരുന്നു, പിന്നോട്ട് പോകുന്നു. ശരീരത്തിന്റെ പ്രയാസങ്ങൾ പാവങ്ങളായ തന്നെ പ്രതീക്ഷിച്ചു വരുന്ന അത്താണികൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഉസ്താദ് അവരുടെ സ്വശരീരം ചിന്തിക്കുന്നില്ല, പാവങ്ങൾക്കായി അങ്ങനെ ഇരിക്കുന്നു. ആ ഇരുത്തത്തിനിടയിൽ അന്നത്തെ വെള്ളിയാഴ്ച അഭിമന്യരായ മാണിയൂർ ഉസ്താദ് അവർക്ക് കുളിക്കാനുള്ള സമയം പോലും പട്ടിണി പാവങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്ന, വേദനകൾ കടിച്ചമർത്തുന്ന വിഭാഗം പോയപ്പോ ഉസ്താദിന് അവസരം കിട്ടിയില്ല. ഉസ്താദ് കുളി മറന്നുപോയി. ഉസ്താദ് ആ വിഷയമേ വിട്ടുപോയി. സാധുക്കളോടൊപ്പം അങ്ങനെ തന്നെ ഇടങ്ങിച്ചേർന്നു. ഇതാണ് ഉസ്താദിന്റെ ഒരു സ്വഭാവം. ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. ഉസ്താദ് ആ വാക്ക് പറഞ്ഞപ്പോ അന്നത്തെ വെള്ളിയാഴ്ച ദിവസം ഉസ്താദിന് കുടിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ നോക്ക്. ഉസ്താദ് അവരുടെ ആ ഒരു സ്വഭാവം എപ്പോഴും ഉസ്താദിന് എന്തെങ്കിലും വിഷയത്തിൽ കാണാൻ ഉസ്താദ് അവരുടെ അടുത്ത് പോയി. അവിടെ നിന്ന് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞു. പിന്നീട് ഞാൻ പാളയത്ത് പോയി. ഒരു പ്രയാസം സഹിക്കുന്നവർ പറഞ്ഞു, മാണിയൂർ ഉസ്താദിനെ ഒന്ന് കാണണം, നിങ്ങൾ വരുമോ? ഞാനും അയാളും കൂടി ഉസ്താദിന്റെ അടുത്തേക്ക് പോയി. ഞാൻ ഞെട്ടിപ്പോയി. ഉസ്താദിന്റെ അടുത്തേക്ക് എത്തിയപ്പോ ഉസ്താദ് വേഗം അബ്ദുല്ലാനെ വിളിച്ചു. അബ്ദുല്ലാനോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, അതാ വന്നിരിക്കുന്നത്, നമ്മളപ്പം മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദാ വന്നത്. അതുകൊണ്ട് വേഗം ഉസ്താദിനെയും കൂട്ടിപ്പോയിട്ട് ഉസ്താദിന് പ്രത്യേക ചായ കൊടുക്കണം. അത് ഉസ്താദിന്റെ ഒരു ശൈലിയാണ്. പലർക്കും അനുഭവം ഉണ്ടാകും. അത് ഉസ്താദ് അവർ ആ രൂപത്തിൽ, നീ ഒരു നല്ല മനുഷ്യൻ, അല്ലാഹുവേ നിന്റെ മഹളായ ഫദല് കൊണ്ട് ഞങ്ങൾ ആ പ്രിയപ്പെട്ട ഉസ്താദിനെ സ്മരിക്കുന്നു. എല്ലാ ഇടങ്ങളിലും അങ്ങനെയാണ്. എപ്പോഴും എല്ലാവരോടും താഴ്മ, എല്ലാവരോടും സ്നേഹം, എല്ലാവർക്കും അതേമാണ് ഈ ഒരു ഉസ്താദിനെ സംബന്ധിച്ച് പറയാനുണ്ടാകൂ. അള്ളാഹു അവന്റെ മഹദ് ഫദല് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യട്ടെ. അല്ലേ സമയല്ലേ? ഉസ്താദ് അവരുടെ ആ ഒരു വിഷയമുള്ളത് കൊണ്ട് എല്ലാവരോടും പറയണം. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവരെ അനുസ്മരിക്കാൻ മറ്റുള്ളവരൊക്കെ ഉണ്ടാവും. എങ്കിലും ഞാൻ എല്ലാവരോടും പറയുന്നു, ഇൻഷാ അല്ലാഹ് ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ, പ്രത്യേകിച്ച് മുഹറം മാസമാണ്. മുഹറം മാസത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷത്തിന്റെ തുടക്കം കൂടിയാണ്. നമ്മളൊരു പുതിയ വയസ്സിലേക്ക് നീങ്ങുക.